അയോധ്യ രാമക്ഷേത്രത്തിലെ മേൽക്കൂരയിൽ ചോർച്ച. രാംലല്ല വിഗ്രഹം സ്ഥാപിച്ച ശ്രീകോവിൽ മഴയത്ത് ചോരുന്നതായി മുഖ്യപുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ്. ശരിയായ ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതിനാൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നില്ലെന്നും മുഖ്യപുരോഹിതൻ വെളിപ്പെടുത്തി. ജനുവരി 22-ന് നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് 6 മാസം തികയും മുമ്പ് നിർമ്മാണ പിഴവ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നു നരേന്ദ്രമോദിയും BJPയും അയോധ്യ രാമക്ഷേത്രത്തിന്റെ ആദ്യ നില മാത്രം നിർമ്മാണം പൂർത്തിയാക്കി പ്രാണപ്രതിഷ്ഠ നടത്തിയത്. ജനുവരി 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തിയ രാംലല്ല സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിൽ ചോരുന്നുവെന്നാണ് മുഖ്യ പുരോഹിതന്റെ വെളിപ്പെടുത്തൽ. കൃത്യമായ ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതിനാൽ വെള്ളം ക്ഷേത്രത്തിൽ കെട്ടിക്കിടക്കുകയാണെന്നും ഇങ്ങനെ പോയാൽ മഴക്കാലത്ത് അനുഷ്ഠാനങ്ങൾ മുടങ്ങുമെന്നും മുഖ്യ പുരോഹിതനായ ആചാര്യ സത്യേന്ദ്രദാസ് ആശങ്ക അറിയിച്ചു. ये बहुत आश्चर्य की बात है कि ऐसे इंजीनियर हमारे देश पूरे देश के आकर के यहाँ बैठे हैं, राम मंदिर बना रहे हैं, लेकिन ये किसी को ज्ञान नहीं रहा कि पानी बरसेगा तो वह छत जो है वो चूएगा, ऐसा किसी को ज्ञान नहीं है। पहले भी बरस रहा, थोड़ा बहुत बरसा तो थोड़े बहुत इतना नहीं हुआ। जब अब की वर्षा हुई, जितना पानी गिरा अंदर में, वो बहुत ही आश्चर्यजनक रहा. അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിനായി രൂപീകരിച്ച ട്രസ്റ്റിന്റെ പൂർണ്ണമായ നടത്തിപ്പും RSS നിയന്ത്രണത്തിലാണ്. വിദേശ ഫണ്ട് ഉൾപ്പെടെ കോടികളാണ് ട്രസ്റ്റ് ക്ഷേത്ര നിർമ്മാണത്തിനായി സമാഹരിക്കുന്നത്. വിദേശ ഫണ്ട് യഥേഷ്ടം സ്വീകരിക്കാൻ ട്രസ്റ്റിന് FCRA ലൈസൻസും കേന്ദ്രം അനുവദിച്ചിരുന്നു. 3000 കോടി രൂപ നീക്കിവയ്പുണ്ടെന്ന് ട്രസ്റ്റ് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടെയാണ് നിർമ്മാണം പൂർത്തിയാക്കി 6 മാസം തികയും മുമ്പ് അയോധ്യ ക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോരുന്നത്. 2025 ജൂലൈ മാസത്തോടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ചോർച്ചയിലൂടെ ക്ഷേത്ര നിർമ്മാണത്തിലെ വൻ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ ആകമാനം അഴിമതിയും നിർമ്മാണ പിഴവും ആവർത്തിക്കുമ്പോഴാണ് വിശ്വാസികളെയും വഞ്ചിച്ചുകൊണ്ട് അയോധ്യ ക്ഷേത്രത്തിന്റെ പേരിലുള്ള ക്രമക്കേടും പുറത്തുവരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.